സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ മനുഷ്യരെയും ഒപ്പം ചേർത്ത് ജനകീയ ക്ഷേമ പ്രവർത്തനങ്ങളുടെ മുന്നണി പോരാളിയായി കേരള സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ്. ജീവിതത്തിന്റെ സായന്തനം കാണുന്ന വയോജനങ്ങൾക്കായി ആരോഗ്യരക്ഷയ്ക്ക് സൗജന്യ മൊബൈൽ ക്ലിനിക്, കിടപ്പു രോഗികൾക്കായി വാതിൽപ്പടി ചികിത്സ, കൃത്രിമ പല്ല് വച്ച് നൽകുന്ന മന്ദഹാസം, ഏതു നേരവും സഹായത്തിന് ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ, ഓരോ നിമിഷവും കൈത്താങ്ങാവുന്ന നിരവധി പദ്ധതികൾ, ഭിന്നശേഷിക്കാർക്കായി ഏകീകൃത തിരിച്ചറിയൽ കാർഡ്, ചലന പരിമിതി നേരിടുന്നവരുടെ സഞ്ചാരത്തിന് ശുഭയാത്ര, കാഴ്ച പരിമിതർക്ക് പ്രത്യേക സ്മാർട്ട് ഫോൺ, ശ്രവണ പരിമിതർക്ക് ഉപകരണങ്ങൾ നൽകുന്ന ശ്രവൺ പദ്ധതി, 18 തികഞ്ഞ ഭിന്നശേഷിക്കാർക്ക് സ്വയം തൊഴിൽ പദ്ധതി, ഭിന്നശേഷി കുട്ടികളുടെ അമ്മമാർക്ക് സൗജന്യമായി ഇലക്ട്രിക് ഓട്ടോ, കരുതലിന്റെ ഊന്നുവടികൾ ഇനിയും അനവധി. ക്യാൻസർ രോഗികളായ കുട്ടികൾക്ക് 439 ലക്ഷം രൂപ, അനാഥരാകുന്ന കുഞ്ഞുങ്ങൾക്ക് സ്നേഹപൂർവം പദ്ധതി, ഭിന്നശേഷി ബാലകർക്ക് 20,000 രൂപ വീതം സ്ഥിര നിക്ഷേപം, ശ്രവണ പരിമിതരെ കുഞ്ഞിലെ കണ്ടെത്തി വൈകല്യം മാറ്റുന്ന ശ്രുതി തരംഗം, പ്രമേഹമുള്ള കുട്ടികൾക്കായി മിഠായി പദ്ധതി. അങ്ങനെ അരക്ഷിത ബാല്യങ്ങളെ നെഞ്ചോട് ചേർക്കുന്ന പദ്ധതികൾ എത്രയോ. അഭിരുചിക്കൊത്ത തൊഴിൽ നേടാൻ സാകല്യം വൈജ്ഞാനിക തൊഴിൽ പദ്ധതി. ഒപ്പം നിർത്താനുള്ള കൈവഴികൾ ഇനിയുമേറെ. നീതിയുടെ അസ്ഥിവാരത്തിൽ പടുത്തുയർത്തി അടിസ്ഥാന വികസനത്തിന്റെ മാതൃകകളായി മാറിയ എണ്ണമറ്റ പദ്ധതികൾ. ഓരോ ചുവടുവയ്പിലും സാമൂഹ്യനീതി വകുപ്പ് അടയാളപ്പെടുത്തുന്നത് ലക്ഷണമൊത്ത ഓരോ കേരള മോഡൽ.